ഞാൻ പണ്ട് PGക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് മൂവാറ്റുപുഴ ടൗൺ വരെ അന്ന് കോളേജ് ബസ്സുള്ളേ. ഞങ്ങൾ തൊടുപുഴക്കാർ പിള്ളേരെല്ലാം ടൗണിൽ അങ്ങ് ഇറക്കി വിടും. പിന്നെ PGയും ഡിഗ്രിയും ഒക്കെ ആയിട്ട് ഒരു 5-6 പെൺപിള്ളേരുണ്ട് ഞങ്ങൾ. അന്ന് തൊടുപുഴ ബസ്സും കാത്ത് കച്ചേരിത്താഴത്ത് നിൽക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ കയറുന്ന ആനിക്കാടുള്ള ഒരു ഇത്തായും മിക്കായും നടത്തുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് പപ്സും ഇക്കാട് സ്പെഷ്യൽ മുന്തിരിയും പൈനാപ്പിളും ഒക്കെ ഇട്ട് അടിച്ച ലൈം ജ്യൂസും. എന്നാ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഈ പപ്സ് കഴിച്ചാൽ പിന്നെ മൊത്തത്തിലൊരു പൊടിമയമായിരിക്കുമല്ലോ. എന്താ കഴിച്ചതെന്ന് പിന്നെ ആരോടും പറയേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാലോ. അതിൻ്റെ പൊടിയായിരിക്കും യൂണിഫോമിലും മുഖത്തും ഒക്കെ. അതൊക്കെ ഒരു കാലം. ഈ പപ്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആ കഥയൊക്കെ എൻ്റെ കെട്ടിയവനോട് വലിയ ആവേശത്തിലൊന്ന് പറയാൻ നോക്കിയതാ. എവിടെ പുള്ളിക്കിപ്പോൾ അത് കേൾക്കാനാ സമയം. അപ്പോൾ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ നിങ്ങളോട് പറയാലോ. ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങി കേട്ടോ. അപ്പോൾ ദേ നല്ല ചൂട് ചായയും നല്ല മൊരിഞ്ഞ പപ്സും കഴിക്കാനായിട്ടൊരു കൊതി. അങ്ങനെ ദേ 2 സവോള എടുത്ത് വഴറ്റി, കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കി സവോളയും കൂട്ടി വഴറ്റി, പിന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പേ, പിന്നെ 1/2 ടീസ്പൂണോളം പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതെന്നാത്തിനാണെന്നറിയാവോ, ഇതിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ രുചിയില്ലേ, ആ മസാലയുടെ രുചി നമുക്കിതിന് കിട്ടുവേ. അതിനാ കുറച്ച് പഞ്ചസാര ഇട്ടേ. അങ്ങനെ അതെല്ലാം ഇട്ട് വഴറ്റി മസാല റെഡിയാക്കി. പിന്നെ ദേ പപ്പ് ഷീറ്റ് എടുത്ത് വെച്ചു, മസാലയെല്ലാം വെച്ച് പുഴുങ്ങിയ മുട്ട 2ആയിട്ട് മുറിച്ച് അതും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ 4 സൈഡ് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാവേ. ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് നമുക്ക് ജസ്റ്റ് അതിൻ്റെ മേലിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളി പപ്സ് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.